ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു വെറൈറ്റി പക്വാഡിൻ്റെ റെസിപ്പി നോക്കാം. സാധാരണ നമ്മൾ പക്വാഡ് ഉണ്ടാക്കുമ്പോൾ ഉള്ളി ഉണ്ടാവും, ഇതിൽ ഉള്ളി ഇടുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വേവിച്ച ചിക്കൻ മിൻസ് ചെയ്തിട്ടാണ് ഈ പക്വാഡ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ടൈം കളയാതെ ഈ ചിക്കൻ തൊക്കു പക്വാഡിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. അതേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ വേണ്ട. മെയിനായിട്ട് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. അത് നമുക്ക് വേവിച്ചെടുക്കുകയും വേണം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ടേ. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഞാൻ ഗ്യാസിലോട്ടേക്ക് വെച്ചിട്ട് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇതൊരു 5 to 10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കാവും കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണം. ഇതിലെ വെള്ളം ഞാനിപ്പോൾ കംപ്ലീറ്റ് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ഇതൊന്ന് ചൂടാറിയ ശേഷം ഇതുപോലെ ചിക്കൻ കഷ്ണങ്ങളെടുത്ത് ഇങ്ങനെ ഒന്ന് പിച്ച് ചീന്തിയിടണം. ഇതിൻ്റെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യരുത്, കൈകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്യണം കേട്ടോ. കുറച്ചൊരു വലിയൊരു പീസായിരിക്കണം, തീരെ ചെറുതാവരുത്. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ എല്ലാ ചിക്കൻ ഇതുപോലെ മിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്, ഈ ഒരു വലിപ്പത്തിൽ കേട്ടോ. ഇനി നമുക്ക് പക്കോട മിക്സ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിലോട്ടേക്ക് നമ്മളിപ്പോൾ മിൻസ് ചെയ്ത് വെച്ച ചിക്കനില്ലേ അതിടാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത മല്ലിയില, പിന്നെ 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത കറിവേപ്പില. ഈ മല്ലിയിലും കറിവേപ്പിലയും ഏത് പക്കുവടയിലും കുറച്ചധികം ഇട്ടാലും അതിൻ്റെ ടേസ്റ്റ് കൂടെയുള്ളൂ. ഇനി ഇതിലോട്ട് സ്പൈസസ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണേ ഇതിടുമ്പോൾ. ഇനി ഒരു മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തതും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം. അത് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. മാവ് ഡ്രൈ ആകാൻ തോന്നിയാൽ മാത്രമേ ഇത്തിരി വെള്ളം ആഡ് ചെയ്യാം. ഈ പക്കോട മിക്സ് ഇതുപോലെയാണ് വേണ്ടത്. ഓവറായിട്ട് ലൂസായി പോരുത്, ഓവറായിട്ട് തിക്കുമായി പോരും, ഒരു മീഡിയം പാകത്തിൽ ഇതുപോലെ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കാം. ഇനി മിക്സിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുക്കാം. ഇത് ഇത്രയേ വേണ്ടു കേട്ടോ. കുഞ്ഞു പോർഷൻ എടുത്തിട്ട് ഓയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഈ പക്കോടക്ക് ചെറിയ ചെറിയ പോർഷൻ എടുക്കുമ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ബാക്കി വരുന്ന മിക്സൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം കേട്ടോ. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവർ തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്യണം. ഇതങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത ചിക്കനാണ് ഇതിലിട്ടിരിക്കുന്നത്. ജസ്റ്റ് ഗോൾഡൻ ഫ്രൈ ആകുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റാം. അപ്പം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ തൊക്കു പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമായാലും ഒന്ന് വീഡിയോ കണ്ടു ലൈക്ക് ചെയ്തും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നോട്ടിഫിക്കേഷൻ ഒന്നും ഓണാക്കിയാൽ എൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.